പഞ്ചാബിൽ ഒറ്റ ദിവസം കൊണ്ട് 3 പ്രമുഖ നേതാക്കളാണ് കോൺഗ്രസിൽ ചേർന്നത്. മുൻ BSP സംസ്ഥാന അധ്യക്ഷനായ ഗുർലാൽ സാലിയ, മറ്റ് നേതാക്കളായ മോഹൻലാൽ, രജീന്ദർ സിംഗ് എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് നേതാക്കളുടെ കോൺഗ്രസ് പ്രവേശനം. മുൻ ശിരോമണി അകാലിദൾ നേതാവും MLAയുമായ മോഹൻലാൽ മുൻ BJP മന്ത്രി ചൌധരി സ്വർണരാമന്റെ മകനാണ്. 2016 അസംബ്ലി തെരഞ്ഞെടുപ്പ് വേളയിൽ മോഹൻലാൽ BJPയിൽ ചേർന്നിരുന്നു. 1997 മുതൽ 2002 കാലഘട്ടത്തിൽ ശിരോമണി അകാലിദളിന്റെ MLA ആയിരുന്നു മോഹൻലാൽ. എന്നാൽ 2002 മോഹൻലാലിന് പാർട്ടി സീറ്റ് നിഷേധിച്ചു. ഇതോടെ അദ്ദേഹം BJPയോട് ഇടയുകയായിരുന്നു. BSPയിൽ നേതാക്കൾക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്നാണ് മോഹൻലാലിന്റെ ആരോപണം. നേരത്തെ തന്നെ സംസ്ഥാനത്ത് NDA വിട്ട് നിരവധി നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നിരുന്നു. പഞ്ചാബിലെ BJPയുടെ സഖ്യകക്ഷിയായ ശിരോമണി അകാലിദളിന്റെ മുതിർന്ന നേതാവും ഫിറോസ്പൂർ മണ്ഡലത്തിലെ സിറ്റിംഗ് MPയുമായ ഷേർ സിംഗ് ആണ് ആദ്യം കോൺഗ്രസിൽ എത്തിയത്. 2014-ൽ 13-ൽ 3 സീറ്റുകളിൽ മാത്രമായിരുന്നു പഞ്ചാബിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത്. NDAയിൽ ശിരോമണി അകാലിദൾ 4 സീറ്റ് നേടിയപ്പോൾ BJP 2 സീറ്റ് കരസ്ഥമാക്കി. അതേസമയം 2017-ലെ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആവർത്തിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ്.